നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല സമയങ്ങളിലും ഇരുന്ന് ഒരുമിച്ച് ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ള ദൈവദാസിമാരോടൊന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി തന്ന കൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ചും ആ പ്രിയ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുകയാണ്. ഹഗ്ഗായി അനുഗ്രഹിക്കപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ദൈവത്തെ പാടി ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. വരും നാളുകളിൽ അനേക വേദികളിലും അനേക സ്റ്റേജുകളിലും അനേക പ്ലാറ്റ്ഫോമുകളിലും ആ കുഞ്ഞിന്റെ ശബ്ദം അനേകർക്ക് ആശ്വാസമായി വിടുതലിനായി മുഴങ്ങിക്കേൾക്കുവാൻ ദൈവം ആ കുഞ്ഞിന്റെ ശബ്ദത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ആ കുഞ്ഞിനെ ഉപയോഗിക്കും. ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്കായിട്ട് ആ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സൂസനാൻഡി മസ്കറ്റിൽ 2023 വന്ന സമയത്ത് സലാലയിൽ ചെല്ലുവാനും സലാലയിൽ കുറേ ദിവസങ്ങൾ പ്രിയപ്പെട്ട ദേവദാസിയോടും ദേവദാസിനോടും ചേർന്ന് അവിടെ പാർക്കുവാനും ശുശ്രൂഷകൾ ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം അവസരം തന്നു. ഒരു സഹോദരിയെ പോലെ സ്നേഹിപ്പാൻ പ്രിയ മകളെ ദൈവം ഉപയോഗിച്ചു. കർത്താവ് ഒരുക്കി തന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദേവദാസിയെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് ഈ വർഷമാണോ ഒന്ന് പരസ്പരം മീറ്റ് ചെയ്യണം എന്ന് ഓർത്തു കുമ്പനാട് വെച്ച്, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയവും ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടല്ലോ. അവൻ കർത്താവിന്റെ പദ്ധതികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറേ സമയം പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ ആലോചനകൾ പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെ ദൈവം ഇടയാക്കി. അത് നിമിത്തം ദൈവം ഒരുക്കി കൊടുത്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിനും ആ സാധ്യതകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സലാലയിലുള്ള മിനിസ്ട്രി തീർന്നിട്ടില്ല, സലാലയിലുള്ള ശുശ്രൂഷ തീർന്നിട്ടില്ല. ഇനിയും എന്തൊക്കെയോ ദൈവത്തിന് ആ ദേശത്ത് ചെയ്യിക്കുവാനുണ്ട്. ദൈവം ഇനിയും ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലായിരിക്കുന്ന മറ്റെല്ലാ ദേവദാസിമാർ, പ്രത്യേകിച്ച് ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട സൂസൻ ഷാജി ആന്റി, സൂസൻ ഷാജി പാലക്കാ മണ്ണിൽ, പ്രിയ സുനി സിസ്റ്റർ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ദേവദാസിമാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊന്ന് ബ്ലെസ്സി ഷാജി സിസ്റ്റർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. എല്ലാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റെനിക്ക് വ്യക്തിപരമായ പരിചയമുള്ളവർ തീരെ കുറവാണ്. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന്റെ ഞാൻ ഒത്തിരി പേർക്കൊന്നും ലിങ്ക് ഇട്ട് കൊടുത്തില്ല, അല്ലാതെ തന്നെ ലിങ്ക് കണ്ടിട്ട് എന്നോട് ടൈം ചോദിച്ചു. പക്ഷെ പലർക്കും ആ ടൈമിലൊന്നും വരാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ചിലർ എനിക്ക് മെസ്സേജ് അയച്ചു, ആ കാര്യം കഴിയുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടെ ഒരുമിച്ച് വരാം, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാമെന്ന് പറയാനിടയായി. എനിവേ, കർത്താവ് ഒരുക്കി തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുസൻ ഷാജി ആന്റിയുടെ മകള് കൺസീവ് ആയിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. വെല്ലുമ്മച്ചിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ധാരാളമായിട്ട്, കർത്താവിന്റെ ദാസനും ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുനി ആന്റി അച്ചായനും കുഞ്ഞുങ്ങളും ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും തന്നെ സമയം മുഖവുര പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ ഇടപെട്ട ഒരു ദൈവവചന ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീബ സിസ്റ്ററും ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ജീബ സിസ്റ്റർ ഉണ്ടോ. സൊഹാറിൽ ഒരുപാട് ദിവസങ്ങൾ, ഒത്തിരി ദിവസങ്ങൾ ഒരു സഹോദരിയെ പോലെ എന്നെ സ്നേഹിച്ച ഒരു കർത്താവിന്റെ ദാസനും ദാസിയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമാണ്. പ്രിയപ്പെട്ട ജീബ സിസ്റ്ററും വിനോദ് പാസ്റ്ററും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട സഹോദരിയെയും പ്രിയപ്പെട്ട ദേവദാസി മീറ്റിങ്ങിനകത്ത് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിനെല്ലാം മഹത്വം കൊടുക്കുന്നു. ജീബ സിസ്റ്ററെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ കാണാൻ പറ്റിയല്ലോ. പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ആ മുഖം ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച വേറെ ഒരു ഭാഗമല്ല, 34-ാം സങ്കീർത്തനമാണ്.
എന്നെ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചിന്തിപ്പിക്കുന്നത് 34 സങ്കീർത്തനം. അതിന്റെ അകത്ത് സ്തോത്രം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. ഞാൻ ആ ഒരു വചനത്തിൽ നിന്ന് മാത്രമല്ല, ആ സങ്കീർത്തനത്തിൽ കൂടെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ചില ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. സ്തോത്രം. ഈ ഒരു സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം, അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവിന്റെ മുൻപിൽ വെച്ച് ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചു, ഭ്രാന്തനെ പോലെ നടിച്ചു. എന്നാൽ രാജാവ് അവിടെ നിന്നും ഈ ദാവീദിനെ ആട്ടിപ്പായിച്ചിട്ട് വളരെ സങ്കടത്തോടെ പോകുമ്പോൾ എഴുതിയ, അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ ആയ സമയത്ത് തന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത വരികളാണ് ഈ 34-ാം സങ്കീർത്തനം. സ്തോത്രം. ഒരു കാര്യം അതിനകത്ത് നിന്ന് വ്യക്തമാണ്. രാജാവിന്റെ മുൻപിൽ പെട്ടു, ശരിയാണ്, രാജാവിന്റെ മുൻപിൽ അകപ്പെട്ടു, ശരിയാണ്. പക്ഷെ ബുദ്ധിഭ്രമം നടിച്ചിട്ടും, അല്ലെങ്കിൽ കുറ്റവാളിയായി തടവിലാക്കപ്പെടേണ്ടിയിട്ടും, പ്രതികൂലങ്ങൾ ഒത്തിരി വരേണ്ടിയിട്ടും ഈ കിങ്കരന്മാരുടെയോ അവിടെയുള്ള സൈന്യാധിപന്മാരുടെ ഒന്നും കയ്യിൽ അകപ്പെടാതെ ദാവീദിനെ ദൈവം രക്ഷിച്ചു. ആദ്യം തന്നെ മീറ്റിങ്ങിനകത്ത് ഞാനൊരു ദൂത് കൈമാറാം. ഏതു സാഹചര്യത്തിലായി തീർന്നാലും, ഏത് സാഹചര്യത്തിൽ അകപ്പെട്ടാലും, അവൻ ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീണ്ട 14 ദിനരാത്രങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാതെ അദ്രിയക്കടലിൽ അലഞ്ഞ പൗലോസിനോടും കൂട്ടരോടും അവൻ ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ വെളിപ്പെട്ടിട്ട് പറയുന്നു: നിങ്ങളിൽ ആരും നശിച്ചു പോകത്തില്ല. സ്തോത്രം. ആമേൻ. രാത്രി 4-ാം യാമം വരെ അവൻ പടകിനകത്ത് തിര തള്ളിക്കയറി, കാറ്റടിച്ച് ഓളമുണ്ടായി, നശിച്ചു പോകുമെന്ന് കരഞ്ഞ ശിഷ്യന്മാരുടെ പടക് മുങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനും ശീലാസിനെയും ദൈവം തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം പത്രോസിനെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഒരു കാര്യം ഉറപ്പാണ്: വഴിയിൽ കരഞ്ഞാലും, ആലയത്തിൽ കരഞ്ഞാലും, മരുഭൂമിയിൽ കരഞ്ഞാലും, കാരാഗ്രഹ തുല്യമായ പ്രശ്നങ്ങൾക്കകത്ത് കരഞ്ഞാലും, ഒരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഏതു വിഷയങ്ങളുടെ നടുവിൽ കരഞ്ഞാലും, ഇനി ഉന്നതന്മാരുടെയോ രാജാക്കന്മാരുടെയോ രാജകൊട്ടാരത്തിന്റെ അകത്തോ, അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത പ്രതിസന്ധികൾക്കകത്ത് അകപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും, ദൈവം അനുവദിക്കാതെ തലയിലെ ഒരു മുടി പോലും കൊഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദുഷ്ടനായ പിശാച് അവൻ ഇയ്യോബിനെ തകർക്കാൻ പദ്ധതിയിട്ട് ഇങ്ങനെ ഊടാടി ചെല്ലുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ പിശാച് ദൃഷ്ടി വെച്ചത് ദൈവം കണ്ടു, ദൈവം അറിഞ്ഞു. നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അതിനുശേഷമുള്ള അടുത്ത ഭാഗങ്ങളിൽ നാം കാണുന്നു: നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം ഓരോരുത്തരും ആത്മാവിൽ ഉറയ്ക്കുക. നിങ്ങളായിരിക്കുന്ന ഭവനത്തിന് ചുറ്റും, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്ക് ചുറ്റും, ദൈവം തന്നിരിക്കുന്ന തലമുറകൾക്ക് ചുറ്റും, അവർ ഏതു ദേശത്താണെങ്കിലും, ഏതു രാജ്യത്തിലാണെങ്കിലും, ഏത് കിങ്ഡത്തിലാണെങ്കിലും, ഏത് പട്ടണത്തിലാണെങ്കിലും ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിനകത്താണ് അവർ ആയിരിക്കുന്നത്. സെഖര്യാവ് 2:4-5 പറയുകയാണ്: യെരൂശലേം അതിലെ ജാതികളുടെയും മനുഷ്യരുടെയും ബഹുത്വം നിമിത്തം മതിൽ ഇല്ലാതെ തുറന്നു കിടക്കും. അവിടുത്തെ ജനത്തിന് വളരെ ഭയമാണ്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ ബാബിലോണ്യർ വന്ന് പിടിച്ചുകൊണ്ടു പോയതുപോലെ, ബാബിലോണ്യർ വന്ന് നന്മകളെ കവർന്നെടുത്തുകൊണ്ട് പോയതുപോലെ ഇനിയും ഇവർ കയറി വരുമോ? ഞങ്ങളുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമോ? ഞങ്ങളുടെ വാതിലുകൾ അടയുമോ? ഞങ്ങളുടെ സമൃദ്ധി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് ദൈവം സെഖര്യാവിലൂടെ ഇടപെടുകയാണ്: മതിൽ ഇല്ലാതെ തുറന്നു കിടന്ന ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും.
സ്തോത്രം. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഹൃദയത്തിൽ ഉറയ്ക്കുക, ദൈവം തീമതിലായി നമുക്ക് ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിനകത്താണ് നമ്മുടെ ആത്മദേഹി ദേഹം. നമ്മെ തൊടുവാൻ ഒരു പൈശാചിക തന്ത്രങ്ങൾക്കും കഴിയുകയില്ല. നമ്മെ തകർക്കുവാൻ ഒരു പിശാചിന്റെ പ്രവർത്തികൾക്കും കഴിയുകയില്ല. ഒന്നാമത്തെ ദൂത് ഇതാണ്. ആട്ടിപ്പായിക്കപ്പെട്ടപ്പോഴും അവൻ ദാവീദിന് ഉറപ്പുണ്ട്, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ജിബ സിസ്റ്ററെ കണ്ടു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. അവിടെ ഇങ്ങനെ വചനം പറയുന്നു, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തന്നെ വിടുവിച്ചതിന് 7 രീതികളിൽ സ്തുതിക്കുകയാണ്. ദൈവം വിടുവിച്ചല്ലോ, ദാവീദിനെ ദൈവം വിടുവിച്ചല്ലോ, രാജാവിന്റെ മുൻപിൽ നിന്ന് ദൈവം വിടുവിച്ചല്ലോ. അതിന് 7 തരത്തിൽ, 7 രീതികളിൽ, 7 വിധത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ഒന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവദാസിമാരെ, നമുക്ക് ഒരുമിച്ച് എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താം. ഉറവ തുറക്കുമ്പോഴും ഉറവയടയുമ്പോഴും, വാതിൽ തുറക്കുമ്പോഴും വാതിലടയുമ്പോഴും, മരുഭൂമിയുടെ അനുഭവം വരുമ്പോഴും, ശൂന്യത വരുമ്പോഴും, ഞെരുക്കം വരുമ്പോഴും, ഇല്ലായ്മ വരുമ്പോഴും, ആമേൻ, സ്തോത്രം. കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കേണ്ട അനുഭവം വരുമ്പോഴും, അല്ല രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കേണ്ട അനുഭവം വരുമ്പോഴും, ഏത് പ്രതികൂലങ്ങളിലും, രോഗാവസ്ഥയിലാകുമ്പോഴും, രോഗക്കിടക്കയിലാകുമ്പോഴും, ഹല്ലേലൂയ, സർജറി ഡോക്ടർമാരെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒന്നാമത്തെ സ്തുതി അതാണ്. എല്ലാ കാലത്തും, എല്ലാ സമയത്തും, ഓൾവേസ്, അറ്റ് എവറി ടൈം, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. എനിക്കൊരു ആന്റി അറിയാം, പേഴ്സണലി എനിക്കൊരു ആന്റി അറിയാം. ഇമ്മൻസ്ലി റിച്ച് ആണ് അവർ. ഒത്തിരി പണം അവർക്കുണ്ട്, ഇഷ്ടംപോലെ പണം, ഒരുപാട് ഇടങ്ങളിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഒത്തിരി വാഹനങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ആന്റിക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഏതൊരു പ്രാർത്ഥനാ വിഷയവും താൻ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ താൻ ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ചിട്ട് 1000 സ്തോത്രം പറയും. ആ വിഷയത്തിന്റെ മുകളിൽ കരം വെച്ചിട്ട് 1000 സ്തോത്രം പറയും. എന്നോട് പറഞ്ഞ ഒരു കാര്യം, മോളെ, ആമേൻ, സ്തോത്രം, ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അന്ന് രാത്രി 12 മണിക്ക് മുൻപ് നടക്കേണ്ടിയ കാര്യമാണെങ്കിൽ ദൈവം അത് നടത്തി തരും. അല്ല, 3 മാസത്തിനുള്ളിൽ, 6 മാസത്തിനുള്ളിൽ, 8 മാസത്തിനുള്ളിൽ നടക്കേണ്ടിയ വിഷയമാണെങ്കിൽ ദൈവം അത് നടത്തി തരും. എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ജീവൻ തന്ന, പ്രാണൻ തന്ന, ആരോഗ്യം തന്ന, ബലം തന്ന, സ്തുതിക്കുവാൻ കരുത്തു തന്ന, ജീവിക്കുവാൻ ആമേൻ നന്മകൾ തന്ന, ജീവിക്കുവാൻ സുഖസൗകര്യങ്ങൾ തന്ന, ജീവിക്കുന്ന ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തുക. അടുത്തത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. എപ്പോഴും നമ്മുടെ നാവിന്മേൽ ദൈവത്തിന്റെ സ്തുതി. കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ, മീൻ മുറിക്കുമ്പോൾ, ബീഫ് കട്ട് ചെയ്യുമ്പോൾ, പച്ചക്കറി അരിയുമ്പോൾ, തുണി വാഷ് ചെയ്യുമ്പോൾ, വാഷിംഗ് മെഷീനകത്ത് തുണി കറങ്ങുമ്പോൾ, അല്ല വീട് ക്ലീൻ ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴും ദൈവത്തിന്റെ സ്തുതി. എന്റെ നാവിന്മേൽ എപ്പോഴും ദൈവത്തിന്റെ സ്തുതി, ദൈവത്തിന്റെ സ്തുതി. ഹല്ലേലൂയ. അടുത്തത്, മൂന്നാമത്തേത്, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ആമേൻ. ഒന്നാമത്തെ കാര്യം രണ്ടും പ്രത്യക്ഷമായ കാര്യങ്ങളാണ്. പുറമെ കാണിക്കാൻ പറ്റും, പുറമെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും ഒക്കെ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. നാവിന്മേൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഒരു പക്ഷെ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാം. റൂമിന് വെളിയിലുള്ളവർ കേട്ടില്ലെങ്കിലും അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാം. എന്നാൽ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ സമയത്തും എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. ഓടുന്നതും പോകുന്നതും നിൽക്കുന്നതും എല്ലാം ദൈവകൃപയാലാണ്. ഒന്നിലും പുകഴുവാനോ പ്രശംസിപ്പാനോ
പ്രശംസിപ്പാനോ ഇല്ല. അവൻ സ്തോത്രം അനുഭവിക്കുന്ന നന്മകൾ, അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഭവിക്കുന്ന വിടുതലുകൾ, അവൻ ദൈവം തുറന്നു തരുന്ന ശുശ്രൂഷയുടെ വാതിലുകൾ, ശുശ്രൂഷയുടെ ഓപ്പർച്യൂണിറ്റികൾ, ഇതെല്ലാം ദൈവകൃപയാലാണ്. അതുകൊണ്ട് ഉള്ളം ദൈവത്തിൽ പ്രശംസിക്കട്ടെ. എന്നോട് തന്നെ ആയി ദൂത് പറയുന്നത്, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഉള്ളം ദൈവത്തിൽ പ്രശംസിക്കുക. അവൻ നാലാമത്, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ആമേൻ, സ്തോത്രം. മറ്റുള്ളവർ കൂടെ സന്തോഷിക്കത്തക്കവണ്ണം അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയട്ടെ. അടുത്ത അഞ്ചാമത്തേത് പറയുകയാണ്, എന്നോട് ചേർന്ന്. എന്നോട് ചേർന്ന്. സ്തോത്രം. എന്നോട് ചേരണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വീടിനകത്തുള്ള ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വരുന്നില്ലെങ്കിൽ ഇന്നു മുതൽ ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്നോട് ചേർന്ന് ഞാൻ ആരാധിക്കുന്ന ഈ ജീവിക്കുന്ന ദൈവത്തെ അവരും ആരാധിക്കണം. ഈ ജീവിക്കുന്ന ദൈവത്തെ അവരും ആരാധിക്കണം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, ദൈവത്തെ മഹിമപ്പെടുത്തുവീൻ. അവൻ ആറാമത്തെ കാര്യം, ദൈവത്തെ മഹിമപ്പെടുത്തുക. ഏഴാമത്തെ കാര്യം, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. എങ്ങനെ ഉയർത്തണം? ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തണം. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിനെ ദൈവം വിടുവിച്ചതിന് 7 തരത്തിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 നമ്മൾ കണ്ടു, എല്ലാ കാലത്തും അവനെ വാഴ്ത്തുക. 2 നമ്മൾ കണ്ടു, നാവിന്മേൽ എപ്പോഴും ദൈവത്തിന്റെ സ്തുതി, ദൈവത്തിന്റെ വിടുതൽ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ, ദൈവം നടത്തിയ വഴികൾ, ആരുമില്ലാതിരുന്നപ്പോൾ ദൈവം സഖിത്വം തന്നത്, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തിയത്, അവൻ ദൈവം കൂടെ ഇറങ്ങി വന്നത്, തീയിൽ കൂടി കടന്നുപോയപ്പോൾ, വെള്ളത്തിൽ കൂടി കടന്നുപോയപ്പോൾ, നദികളിൽ കൂടി കടന്നുപോയപ്പോൾ, ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ നടത്തിപ്പ്, അതെപ്പോഴും സ്തുതിയായി നാവിന്മേൽ. 3 കണ്ടു, ഉള്ളം ദൈവത്തിൽ പ്രശംസിക്കട്ടെ. അവൻ 4 കണ്ടു, എളിയവർ അത് കേട്ട് സന്തോഷിക്കട്ടെ. 5 കണ്ടു, എന്നോട് ചേർന്ന്. എന്നോട് ചേർന്ന്. അവൻ ലില്ലി ആന്റി, ലിസി ആന്റി, മേരി റോബർട്ട് ആന്റി, സുജയ ആന്റി, ഓമന ആന്റി, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. കർത്താവേ, എന്നോട് ചേർന്ന് ഇനിയും ഈ ദേശത്തു നിന്നും, ഈ പട്ടണത്തിൽ നിന്നും, ഞാനായിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ നിന്ന്, ഞാനായിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അനേകർ എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എന്റെ കുടുംബത്തെ ഒരു ഉപാധിയാക്കി, എന്നെ ഒരു വെസ്സലാക്കി ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. അടുത്തത്, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിടുവിച്ചതിന് 7 തരത്തിൽ അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്. വിടുവിച്ചതിന് 7 തരത്തിൽ അദ്ദേഹം സാക്ഷ്യം പറയുന്നു. സ്തോത്രം. അതിൽ 1-ാമത്തെ സെന്റൻസ് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. സ്തോത്രം. ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അടുത്ത പറയുന്നു, അവൻ എനിക്ക് ഉത്തരമരുളി. എനിക്ക് ഉത്തരമരുളി. സ്തോത്രം. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ നോക്കിക്കേ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം ഉത്തരം കൊടുക്കും. ദൈവം ഉത്തരം കൊടുക്കും. അവൻ സ്തോത്രം. ദൈവത്തിന്റെ ചെവി ദൈവജനത്തിന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. നമുക്കൊരു ഉറപ്പ് ഈ സമയത്തും വീണ്ടും പ്രാപിക്കാം. ദൈവത്തിന്റെ ചെവികൾ എനിക്കായി തുറന്നിരിക്കുന്നു. എന്റെ പ്രാർത്ഥനാ ശബ്ദത്തിന്റെ മുൻപിൽ, എന്റെ കരച്ചിലിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, എന്റെ നിലവിളിയുടെ ശബ്ദത്തിന് മുൻപിൽ ദൈവത്തിന്റെ ചെവികൾ എനിക്കായി തുറന്നിരിക്കുന്നു. എന്റെ കർത്താവ് എന്നെ അറിയുന്നു. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എന്റെ കർത്താവ് എന്നെ കാണുന്നു. എന്റെ കർത്താവ് എന്നെ നന്നായി അറിയുന്നു. മറ്റാരും അറിയുന്നതിനേക്കാൾ അവൻ എന്നെ നന്നായി അറിയുന്നു. അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ ഭയം എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഒന്ന് മുന്നോട്ട് പോയിട്ട് വീണ്ടും അതിലേക്ക് വരാം. സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ ദാവീദിനെ ആ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ അലട്ടിയത് ഭയമാണ്. ഭയം വലിയൊരു വിപത്താണല്ലോ. പേടി വലിയൊരു വിപത്താണല്ലോ. ഫിയർ വലിയൊരു വിപത്താണല്ലോ. സ്തോത്രം. വചനം പറയുന്നു, മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. സ്തോത്രം.
എന്നാൽ ദൈവത്തെ ഭയപ്പെടുക. ദൈവഭയം, ദൈവത്തെ ഭയപ്പെടുന്നവർ. ഹല്ലേലൂയ. അടുത്ത പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്രം. ഒന്ന് പറയുന്നു, ഞാൻ അപേക്ഷിച്ചു, എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ നോക്കി, ഞാൻ പ്രകാശിപ്പിക്കപ്പെട്ടു, ഞാൻ പ്രകാശിക്കപ്പെട്ടു, അല്ലെ? ഞാൻ നോക്കി, ഞാൻ പ്രകാശിക്കപ്പെട്ടു. സ്തോത്രം. അടുത്തത് പറയുന്നു, മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. മുഖം ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല. അടുത്ത പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ആ വാചകങ്ങൾ ശ്രദ്ധിച്ചോണം. ഭയത്തിൽ നിന്ന് വിടുതൽ, കഷ്ടത്തിൽ നിന്ന് രക്ഷ. ഈ സമയം ആത്മാവിൽ എല്ലാവരും ഉറയ്ക്കുക, ഭയത്തിൽ നിന്ന് വിടുതൽ തരുന്നു, കഷ്ടങ്ങളിൽ രക്ഷിക്കുന്നവൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ വാക്കുകൾ, പ്രാർത്ഥനാ വാക്കുകൾ വളരെ സ്പെസിഫിക് ആയിരിക്കട്ടെ. എന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കണം, എന്റെ കഷ്ടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്ത് ഭയങ്ങളിൽ നിന്ന്? സകല ഭയങ്ങളിൽ നിന്നും. ഏതു കഷ്ടത്തിൽ നിന്ന്? സകല കഷ്ടങ്ങളിൽ നിന്നും. അതുകൊണ്ട് ആത്മാവിൽ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഓരോ ദൈവദാസിമാരോടും ഒത്തിരി പേഴ്സണൽ ഇഷ്യൂസിനകത്ത്, ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾക്കകത്ത്, കുടുംബത്തിന്റെ, ഭവനത്തിന്റെ, വീടിന്റെ, തലമുറകളുടെ, സ്തോത്രം, ജോലിയുടെ, ഭാവിയുടെ വിഷയങ്ങളൊക്കെ ഓർത്ത് ഭാരപ്പെട്ട്, കടഭാരവും ഞെരുക്കങ്ങളും ശൂന്യതകളും ഒക്കെ കണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് അവൻ ആത്മാവിൽ ദൂത് ഉറപ്പോടെ കൈമാറുന്നു. സകല കഷ്ടങ്ങളിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കും, സകല ഭയങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം അവിടെ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും സ്തോത്രം 14 ഭയങ്ങളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 14 ഭയങ്ങൾ, 14 രീതിയിലുള്ള ഭയങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ ഭയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഭയം മനുഷ്യഭയമാണ്. മനുഷ്യഭയം ലൂക്കോസ് 12:5 എബ്രായർ 13:6 അതൊന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ മനുഷ്യഭയം, മനുഷ്യരെ ഭയപ്പെടുന്നു. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ്, മനുഷ്യനെ ഭയപ്പെടരുത്, മനുഷ്യനെ ഭയപ്പെടരുത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നീ ഭയപ്പെടരുത്. സ്തോത്രം. പ്രഭുക്കന്മാരെ നീ ഭയപ്പെടരുത്. സ്തോത്രം. ഇന്ന് ഈ സമയം മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോടാണ് ഈ ദൂത്. മനുഷ്യരെ ഭയപ്പെടരുത്. 2, മരണഭയം. മരിക്കും. പക്ഷെ ഇതൊരു ഭയമായാലോ? ഞാനിപ്പോ മരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് വായിച്ചതാണ്. ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, എത്ര ദിവസം കൊണ്ട് എന്റെ ആയുസ്, ഞാൻ എത്ര കാലവും കൂടെ ജീവിക്കും? സ്തോത്രം. സുനി സിസ്റ്ററെ, നമ്മുടെ വീടിനടുത്തുണ്ട് ചില പെൺകുട്ടികൾ, എല്ലാ കാര്യങ്ങളും ചാറ്റ് ജിപിടിയോടാ ചോദിക്കുന്നത്. വല്യമ്മച്ചി പറഞ്ഞത് എന്നോട്, മോളെ എപ്പോഴും അവൾ ഇരുന്ന് ചാറ്റ് ജിപിടിയോട് ചോദിക്കും, എന്റെ കൂട്ടുകാരി ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നു, ആരെയും നോക്കി ചിരിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, എന്തുവാ ഇതിനുള്ള സൊല്യൂഷൻ? ചാറ്റ് ജിപിടി പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അവളോട് മിണ്ടിയാ മതി, നിങ്ങൾ എല്ലാവരും അവളോട് സംസാരിച്ചാൽ മതി എന്ന് ചാറ്റ് ജിപിടി പറഞ്ഞെന്ന്. ഒരു ചെറുപ്പക്കാരൻ എന്റെ ആയുസ് എത്രയുണ്ടെന്ന് അറിയാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു. ചാറ്റ് ജിപിടി പറഞ്ഞു, അവൻ 1 മാസവും കൂടെ നീ ജീവിക്കത്തുള്ളൂ, കാരണം യുവർ ബി പി വിൽ ഇൻക്രീസ്. നിന്റെ BP കൂടും ഈ 1 മാസത്തിനകം. BP കൂടിയിട്ട് നിന്റെ ഹൃദയം പൊട്ടും, നിന്റെ തലച്ചോറിനകത്തുള്ള ഞരമ്പുകൾ പൊട്ടും, ബ്ലഡ് ക്ലോട്ട് ആകും, നീ മരിക്കും. ഇത് കേട്ട് ഭയന്ന ആ ചെറുപ്പക്കാരൻ അന്നു രാത്രി സൂയിസൈഡ് ചെയ്തു. സ്തോത്രം. എന്താ കാരണം? മരിക്കുമെന്നൊരു കാര്യം ചാറ്റ് ജിപിടിയാ പറഞ്ഞത്, മനുഷ്യനല്ല. ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, കമ്പ്യൂട്ടറിന്റെ CPU പറഞ്ഞപ്പോൾ ആ കുഞ്ഞത് വിശ്വസിച്ചു, അവൻ പോയി സൂയിസൈഡ് ചെയ്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, മരണം ഒരു ഭയമാണ്, മരണഭയത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് ഈ സമയത്ത് നമ്മുടെ മീറ്റിങ്ങിനകത്തുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരമുണ്ട്. സ്തോത്രം. 3-ാമത്തെ ഭയം ഭാവിയെ കുറിച്ചുള്ള ഭയമാണ്. നാളെ എന്താകും, അടുത്ത വർഷം എന്താകും, നാളെ എന്തായി തീരും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകും, ഭാവിയെക്കുറിച്ചോർത്ത് ഭയം. സ്തോത്രം. ഭാവിയെക്കുറിച്ചോർത്ത് ഭയം. സ്തോത്രം. ആപത്തോർത്ത് ഭയം. ആപത്ത് വരുമോ? ചിലരുണ്ട്, വെളിയിൽ ഇറങ്ങിയാൽ ആപത്തുണ്ടാകുമോ, വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയാൽ ആപത്ത് ഭവിക്കുമോ, ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ചിലർക്ക് വിഗ്രഹങ്ങളെ ഭയമാണ്. മനുഷ്യനിർമ്മിതമായ ശില്പങ്ങളെ ചിലർക്ക് ഭയമാണ്. സ്തോത്രം.
ചിലർക്ക് സ്വപ്നങ്ങൾ ഭയമാണ്. സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് ഓടുന്നവരുണ്ട്. സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ഭയന്ന് നിലവിളിക്കുന്നവരുണ്ട്. ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടു, എന്നെ അത് ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നവരുണ്ട്. ഇതിനെല്ലാം ബൈബിൾ റെഫറൻസുകളുണ്ട്. ടൈം നമ്മുടെ മുൻപിൽ പാലിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നു. അടുത്തത് ദുഷ്ടത ഭയപ്പെടുന്നവരുണ്ട്. എട്ടാമതായിട്ട് യുദ്ധങ്ങളെ ഭയപ്പെടുന്നവരുണ്ട്. യുദ്ധഭീതിയിൽ കഴിയുന്നവരുണ്ട്. നോക്കിക്കേ, എത്രയായിരം ജനങ്ങളാണ് യുദ്ധഭീതിയിൽ കഴിയുന്നത്. റഷ്യ യുക്രൈൻ ബോർഡറുകളിൽ എത്ര കുഞ്ഞുങ്ങളാണ് യുദ്ധഭീതിയിൽ കഴിയുന്നത്. യുദ്ധത്തെ കുറിച്ച് ഓർത്തുള്ള ഭയം. അടുത്തത് സാങ്കല്പിക ഭയം. സ്തോത്രം. അങ്ങനെ സംഭവിക്കുമായിരിക്കും, ഇങ്ങനെ വരുമായിരിക്കും. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്താൽ ആ സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കും. അവന് ഒരു ചെറിയ തലവേദന വന്നാൽ മതി, ഉടനെ സങ്കല്പിക്കുക ബ്രെയിനകത്ത് ട്യൂമർ ആണോ എന്താണെന്നറിയത്തില്ല. ഒരു വയറുവേദന വന്നാൽ അയ്യോ എന്തോ വലിയ പ്രശ്നം വരുന്നുണ്ട്. സാങ്കല്പിക ഭയം. സ്തോത്രം. സാങ്കല്പിക ഭയം. എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്ന പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാ, ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അവരോടാണ് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. സാങ്കല്പിക ഭയങ്ങൾ, ശത്രുക്കളെ ഓർത്തുള്ള ഭയങ്ങൾ, ശിക്ഷയോർത്തുള്ള ഭയങ്ങൾ, അന്ധകാരത്തെ ഭയം, ഇരുട്ട് ഭയം. രാത്രിയിൽ ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങാൻ ഭയമാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു അമ്മച്ചിയുണ്ട്, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാ. പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര ഭയമാ രാത്രി വെളിയിലോട്ട് ഇറങ്ങാൻ. സ്തോത്രം. ഒരുപാട് വാഴക്കൂട്ടങ്ങൾ, വാഴ നട്ടിട്ടുള്ള ഇടത്താണ് അവരുടെ വീടിരിക്കുന്നത്. രാത്രി വെളിയിൽ ഇറങ്ങാൻ ഭയം. വാഴയുടെ ഇല ഇങ്ങനെ ചെറിയ കാറ്റത്ത് ആടുന്നത് കാണുമ്പോൾ ആരോ അവിടെ വന്ന് നിൽക്കുന്നെന്ന് അമ്മച്ചിക്ക് ഭയമാണ്. അപ്പോൾ അമ്മച്ചിക്ക് ഇറങ്ങാൻ പേടിയാ. എന്താണെന്നറിയാമോ? അന്ധകാരത്തെ ഭയപ്പെടുന്നു, ഇരുട്ടിനെ ഭയപ്പെടുന്നു. ഈ സമയത്ത് സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. ഭൂതങ്ങളെ ഭയമുള്ളവരുണ്ട്. ചില മീറ്റിങ്ങുകളിൽ കണ്ടിട്ടില്ലേ, ഭൂതം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഈവിൾ സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത്രയും നേരം കൈയടിക്കാത്തവർ ഭയങ്കര ശക്തിയോടെ കൈയടിക്കും. അത്രയും നേരം സ്തോത്രം പറയാത്തവർ ഉറക്കെ സ്തോത്രം പറയാൻ തുടങ്ങും. ഭൂതങ്ങളെ ഭയമുള്ളവർ. അടുത്തത് ഭയത്തിന്റെ ആത്മാവ്. ഏറ്റവും ഒടുവിലായിട്ട് വചനം നമ്മൾ പറയുന്നു, ഭയത്തിന്റെ ആത്മാവ്. 2 തിമോത്തിയോസ് 1:6-7 വാക്യങ്ങളിലാണ് അത് നാം കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുക, ഈ പറയപ്പെട്ട സകല ഭയങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കും. വചനം ഉറപ്പു തരുന്നു, അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും, ഓരോ ദൈവദാസിമാരും ഹൃദയത്തിനകത്ത് ഉറയ്ക്കട്ടെ, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കാൻ എന്റെ കർത്താവിന് കഴിയും. ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഞാൻ നിരാശപ്പെടുന്ന വിഷയങ്ങൾ, എന്നെ നിരാശപ്പെടുത്തുന്ന അവസ്ഥകൾ, അതിൽ നിന്നെല്ലാം ഞാൻ വളരെ ആകുലതയോടെ നോക്കിക്കാണുന്ന, അതേ സിസ്റ്ററെ, ആകുലതയോടെ വളരെ ഭയത്തോടെ നോക്കിക്കാണുന്ന ചില വിഷയങ്ങൾക്കകത്ത് കർത്താവ് എനിക്ക് ഉത്തരം തരുമെന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുന്നവർക്കായി സ്തോത്രം. അകൽ നിങ്ങൾ ഉറപ്പോടെ പറയുക, മരണഭയമില്ല, ഭാവിയെ കുറിച്ചോർത്ത് ഭയമില്ല, ആപത്തുകളെ ഓർത്ത് ഭയമില്ല, വിഗ്രഹങ്ങളെ ഭയമില്ല, സ്വപ്നങ്ങളെ ഭയപ്പെടുന്നില്ല, ദുഷ്ടതയെ ഭയപ്പെടുന്നില്ല, യുദ്ധങ്ങളെ ഭയപ്പെടുന്നില്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് വേട്ടയാടുന്ന സാങ്കല്പിക ഭയങ്ങളോട് ഈ സമയം ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്തു പോകുവാൻ. ശത്രുക്കളെ ഭയം, ശിക്ഷ ഭയം, അന്ധകാരത്തെ ഭയം, ദുർഭൂതങ്ങളെ ഭയം, ഭയത്തിന്റെ ആത്മാവ്. വചനം നമുക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രൻ തമ്പുരാനകത്തു വന്നവർ, പുത്രത്വം പ്രാപിച്ചവർ, ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അകത്തു വഹിക്കുന്നവർ, മരണ പുനരുത്ഥാനം ചെയ്തവൻ, കല്ലറകളെ പൊട്ടിച്ചു പുറത്തു വന്ന ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അകത്തു വഹിക്കുന്ന ഓരോരുത്തരും ഈ സമയം ആത്മാവിൽ പറയണം, എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിക്കും. എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കും. സ്തോത്രം. അവൻ കർത്താവ് തരുന്ന വിടുതലുകൾ ഓർത്ത് ഈ സമയം സ്തുതിക്കാൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവൻ സ്തോത്രം. ഒരു വചനം നമ്മൾ വായിച്ചല്ലോ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആമേൻ. ബൈബിൾ പറയുന്നു 3 തരത്തിലുള്ള പ്രധാന നോട്ടങ്ങളുണ്ട്. ഒത്തിരി നോട്ടങ്ങളുണ്ട് കേട്ടോ.
ഒത്തിരി നോട്ടങ്ങളുണ്ട്. പക്ഷെ 3 പ്രധാന നോട്ടങ്ങൾ ഈ ഒരു വചനത്തിന്റെ ആസ്പെക്റ്റിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ആമേൻ. ഒന്ന്, ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിലേക്ക് നോക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ? ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുറെ സമയം ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമ്മിലേക്ക് തന്നെ നോക്കും. അന്ന് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ നാളുകൾ എങ്ങനെയായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ പലതും ഓർക്കുന്ന എന്താണെന്നറിയാമോ? അതങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് അനുഗ്രഹം കാണത്തില്ലായിരുന്നു, അന്ന് അങ്ങനെ സംഭവിക്കരുതായിരുന്നു, അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ ഇന്ന് കുറെ കൂടെ സന്തോഷം കണ്ടേനെ, അന്ന് ആ വഴി തുറന്നെങ്കിൽ ഇന്ന് എത്രത്തോളം ഉയർന്നേനെ. പലപ്പോഴും ഞാൻ അടക്കം നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കും, നമ്മളിലേക്ക് തന്നെ നോക്കും. എന്നാൽ വേണ്ടതാണത്. എപ്പോഴാണെന്നറിയാമോ? ആരാധനയ്ക്ക് വരുമ്പോൾ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ അവരവരിലേക്ക് നോക്കി അവരവരുടെ കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കാൽവറിയിലെ വിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. എന്നാൽ എപ്പോഴും വേണ്ട. ഉള്ളിലേക്ക് ഒത്തിരി നോക്കിയാൽ ജീവിതം ദുരിതപൂർണമായി പോയല്ലോ എന്ന് തോന്നും. ഞാൻ ഈ ദേശത്ത് വരേണ്ടതായിരുന്നു, ഞാൻ ഈ കുടുംബത്ത് വരേണ്ടതായിരുന്നു, ഞാൻ ഇങ്ങനെ ഈ പട്ടണത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു, ഇങ്ങനെയൊക്കെയാണോ എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്? എന്റെ പാപമാണോ, എന്റെ തെറ്റാണോ, എന്റെ കുറവാണോ? യേശുവിന്റെ അടുക്കൽ അവൻ ഒരു രോഗിയെ കൊണ്ടുവന്നപ്പം മറ്റുള്ളവര് ചോദിക്കുന്നില്ലേ, ഇവനാണോ, ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? അവര് പാപം ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നമ്മളും ചിലപ്പോ ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു പാപം ചെയ്തത് കൊണ്ടാണോ, അങ്ങനെ ഒരു കുറവ് വന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഉള്ളിലേക്ക് പലപ്പോഴും നമ്മൾ എല്ലാവരും നോക്കി നിരാശപ്പെടാറുണ്ട്. ഒന്നാമത്തെ നോട്ടം. എന്നാൽ രണ്ടാമതൊരു നോട്ടമുണ്ട്. ചുറ്റും നോക്കും. ആ നോട്ടത്തിനകത്ത് പുറകിലേക്ക് ഒരു നോട്ടമുണ്ട്. ചുറ്റും നോക്കിയാൽ സംഭവിക്കുന്നത് പലപ്പോഴും ഏകാഗ്രത നഷ്ടപ്പെടും. എന്നാൽ എബ്രായ ലേഖനം പറയുന്നു, ആകയാൽ ആമേൻ സ്തോത്രം, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ആമേൻ സ്തോത്രം, നമുക്ക് മുൻപ് ഓട്ടം തികച്ചവരെ നോക്കുക, നല്ല പോർ പൊരുതിയവരെ നോക്കുക, വിശ്വാസം കാത്തവരെ നോക്കുക. വീണവരെ നോക്കിയാൽ, വീണുപോയവരെ നോക്കിയാൽ, താണുപോയവരെ നോക്കിയാൽ, തകർന്നു പോയവരെ നോക്കിയാൽ, ആമേൻ സ്തോത്രം, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. ആകയാൽ ഈ സമയം ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, ചുറ്റും ഒത്തിരി നോക്കണ്ട, ആത്മാവിൽ മാത്രം നോക്കുക. ആത്മാവിൽ ചുറ്റുപാടുകളെ തിരിച്ചറിയുക. ആത്മാവിൽ ആത്മകണ്ണുകളാൽ ചുറ്റുപാടുകളെ വീക്ഷിക്കുക. ആമേൻ സ്തോത്രം. ഉള്ളിലേക്ക് നോക്കുക, ചുറ്റും നോക്കുക. മൂന്നാമതൊരു നോട്ടമുണ്ട്, ദൈവത്തിങ്കലേക്ക് നോക്കുക. സ്തോത്രം. അതാ നമ്മൾ എടുത്ത വചനം. അവങ്കലേക്ക് നോക്കുക, ദൈവത്തിങ്കലേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് മാത്രം നോക്കുക. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. സ്തോത്രം. പ്രതീക്ഷയോടെ നോക്കിക്കോ. പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകുന്നു, അത് വിടുതലിന് കാരണമാകുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഹൃദയത്തിൽ നിന്ന് ഞാൻ തുറന്നു പറയട്ടെ, കർത്താവിനെ മാത്രം നോക്കുക കേട്ടോ. കർത്താവിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ ഉയർത്തുക. കർത്താവിന്റെ പാദപീഠത്തിങ്കലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ ആമേൻ ഊന്നട്ടെ. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യം ോളം അനുഭവിച്ചു മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. 3 നോട്ടങ്ങൾ. ഉള്ളിലേക്ക് നോക്കുന്നത് നിർത്തുക. ഉള്ളിലേക്ക് നോക്കി അവരവരെ ജഡ്ജ് ചെയ്യുന്നത്, ആമൻ, എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നും സാധിക്കത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, എന്റെ ജീവിതം ഒരു വേസ്റ്റ് ആയി പോയോ, ആമൻ, എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല, ആമൻ സ്തോത്രം, എന്നെ എന്തൊക്കെയോ അലട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മനസ്സിങ്ങനെ പറയുകയാ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് അത് സാധിക്കുന്നില്ല, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി. ഉള്ളിലേക്ക് നോക്കി നിരന്തരം ജീവിതം ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ സമയം ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും വചനത്തിന്റെ വെളിച്ചത്തിൽ കൈമാറുന്നു. ഉള്ളിലേക്കുള്ള നോട്ടം നിർത്തി, ആമേൻ സ്തോത്രം, ഉപവാസത്തോടെ ആരാധനയ്ക്കകത്ത് അടുത്തു വരുമ്പോൾ ഉള്ളിലേക്ക് നോക്കി കുറവുകളെ പരിഹരിച്ച്, ഉള്ളിലേക്ക് നോക്കി ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയാതെ,
ജീവിതം പിന്നെയും ദുരിതത്തിലേക്ക് ആക്കിക്കളയാതെ അവങ്കലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുക. 121 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്നു വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ കണ്ണുകൾ ദൈവമുഖത്തേക്ക് മാത്രം ഉയരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. അമ്മൻ സ്തോത്രം. ഇനി അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അമ്മൻ സ്തോത്രം, വിടുതലിന്റെ 7 വാഗ്ദാനങ്ങൾ, 7 പ്രോമിസസ്, 7 പ്രോമിസസ് അതിനകത്ത് കാണാം. അതിൽ ഒന്നാമത്തെ പ്രോമിസസ് ആണ് സ്തോത്രം, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പൊ നമുക്ക് ചുറ്റും ആരുണ്ട്? സ്തോത്രം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. വചനം പറയുന്നു, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയായിട്ട് ദൈവാത്മാവ് നമ്മളിലുണ്ട്. നമ്മളിലൂടെ അത് വ്യാപരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. നമ്മളിലൂടെ അത് വ്യാപരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചു, ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. ദൈവം തീമതിലായിരിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നമുക്ക് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും ആമേൻ സ്തോത്രം ചുറ്റും ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. അമൻ സ്തോത്രം. കാണാമറയത്ത്, ദൂരത്ത്, തലമുറകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തും ആ രാജ്യത്തും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. ഈ സമയം എത്ര പേർ കുറയ്ക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ പാളയമിറങ്ങുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ, ചുറ്റും നിൽക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ, വിടുവിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ. ഒന്നാമത്തെ പ്രോമിസ് അതാണ്. ആമേൻ സ്തോത്രം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ആമേൻ സ്തോത്രം. അടുത്തത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. കാണാതറിയാവുന്ന ഒരു വചനമാണ്. അടുത്ത സെക്കൻഡ് പ്രോമിസ് ആണ്, അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അപ്പോൾ എല്ലാ വിഷയത്തിന്റെയും നടുവിൽ ദൈവത്തിൽ തന്നെ ശരണം പ്രാപിക്കാം. ദൈവസന്നിധിയിൽ തന്നെ ശരണം പ്രാപിക്കാം. ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഒരു വാതിലും തുറക്കത്തില്ലല്ലോ. ദൈവം അനുവദിക്കാതെ ഒരു നന്മയുടെ വാതിലും തുറന്നു വരത്തില്ലല്ലോ. ദൈവം അനുവദിക്കാതെ വസ്തിക്ക് പകരം എസ്തർ രാജ്ഞിയാകുമോ? ദൈവം അനുവദിക്കാതെ രൂത്ത് ബോവസിന്റെ വയലിൽ എത്തുമോ? ദൈവം അനുവദിക്കാതെ മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഗിദയോന് കഴിയുമോ? അവൻ ദൈവത്തിന്റെ ഇടപെടലില്ലാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം തുറക്കാതെ, ദൈവം അവൻ സ്തോത്രം തുറന്നു തരാതെ ഒരു വാതിലുകളുമില്ല, ഒരു വഴികളുമില്ല, ഒരു നന്മകളുമില്ല. അവനെ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവത്തിന്റെ വഴികളുണ്ട്. സ്തോത്രം. അത് നമ്മുടെ ചിന്തകൾ പോലെ അല്ല, നാം ചിന്തിക്കുന്നത് പോലെയല്ല. പ്രിയപ്പെട്ട ദേവദാസി നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞു, അവൻ ദൂത് കേട്ടപ്പോൾ ആ ദേവദാസിനോട് പറഞ്ഞത്, പാസ്റ്ററെ ഞങ്ങൾ ഇനി ഇവിടെ തുടരാനോ, ഞങ്ങൾ ഇനി മാറുന്നെങ്കിൽ ഞങ്ങൾ നാട്ടിലോട്ടാ. പക്ഷെ ദൈവത്തിന്റെ വഴി എന്തായിരുന്നു? ആ ദേവദാസിനും ദേവദാസിയും ചിന്തിച്ചതുപോലെ അല്ല. ദൈവം ആ രാജ്യത്ത് തന്നെ തുടരാൻ ദൈവം അനുവദിച്ചു. ദൈവം അതിനുള്ള വഴികളെ, സാധ്യതകളെ തുറന്നു കൊടുത്തു. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ കൈമാറുന്നു, ദൈവം അനുവദിക്കാതെ, ദൈവം തുറക്കാതെ നമ്മുടെ ജീവിതത്തിൽ വാതിലുകളില്ല. അവനാകയാൽ ഇന്ന് പകൽ ഉറയ്ക്കുക, ഈ രാത്രിയിൽ ഉറയ്ക്കുക, ദൈവത്തെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ നന്മകൾ ഞാൻ കാണും. സ്തോത്രം. അടുത്തത് പറയുന്നു, അവൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അടുത്തത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഒന്നിനും മുട്ടില്ലല്ലോ. ഒന്നിനും. ഒരു കൊച്ചുകുഞ്ഞ് എന്റെ മുട്ട് കാണത്തില്ലെന്ന് പറഞ്ഞ പോലല്ല, ഒന്നിനും മുട്ടില്ലല്ലോ. ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും,
സ്തോത്രം. സമൃദ്ധി ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും, മേൽക്കുമേൽ കൃപ പ്രാപിക്കും, മേൽക്കുമേൽ ദൈവകൃപ അനുഭവിക്കും, മേൽക്കുമേൽ ദൈവപ്രവർത്തി കാണും. സ്തോത്രം. പറ, ഒന്നിനും മുട്ടില്ലാതെ, ഒന്നിനും കുറവില്ലാതെ എന്നെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസസ് ആണ്. അവൻ ഒന്നിനും മുട്ടില്ലല്ലോ. അടുത്തത്, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ പറയുക, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഒന്ന്, രുചിച്ചറിയണം, രുചിച്ചറിയണം, ശരണം പ്രാപിക്കണം. സ്തോത്രം. ഭയപ്പെടണം, ഒന്നിനും മുട്ടുവരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കണം, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ദൈവത്തെ അന്വേഷിക്കണം, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. എബ്രായ ലേഖനം അതുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും അറിയേണ്ടതല്ലോ. അപ്പോൾ ദൈവത്തെ എന്തിനാണോ അന്വേഷിക്കുന്നത്, ആ അന്വേഷിക്കുന്നതിന്റെ പ്രതിഫലം, ആ അന്വേഷിക്കുന്നതിന്റെ റിപ്ലൈ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വചനം നമുക്ക് ഉറപ്പു തരുന്നു. ആകയാൽ ഈ സമയം നമുക്ക് ആത്മാവിൽ ഉറയ്ക്കാം, ഞാൻ അവനെ ശരണപ്പെടുന്നത് കൊണ്ട്, ഞാൻ എന്റെ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട്, ഞാൻ എന്റെ ദൈവത്തെ രുചിച്ചറിയുന്നത് കൊണ്ട് എനിക്കൊന്നിനും മുട്ടുവരികയില്ല, എന്റെ നന്മകൾക്കൊന്നിനും കുറവ് വരികയില്ല. അവൻ സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ എനിക്ക്, എന്റെ മക്കൾക്ക് ചുറ്റും, എന്റെ ഭവനത്തിന് ചുറ്റും, എന്റെ ശുശ്രൂഷകൾക്ക് ചുറ്റും, എന്റെ യാത്രകൾക്ക് ചുറ്റും, എന്റെ വാഹനങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ അയക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രത്തോടെ ഈ സമയം സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിക്കുവാനിടയാകട്ടെ. ഇത് എപ്പോഴാ ദാവീദ് പറഞ്ഞത്? അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവിന്റെ മുൻപിൽ നിന്ന് രാജാവ് ആട്ടിപ്പായിക്കുമ്പോൾ തന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാ. ആമേൻ. സ്തോത്രം. ദൈവാത്മാവ് തന്റെ ഉള്ളത്തിൽ പ്രേരണ കൊടുക്കുകയാ. എന്താ? ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നാൽ ദൈവത്തെ അന്വേഷിച്ച തനിക്കൊന്നിനും അതുവരെ കുറവ് വന്നിട്ടില്ല. ഒരു നന്മയ്ക്കും കുറവ് വന്നിട്ടില്ല. ഒരു നന്മയ്ക്കും കുറവ് വന്നിട്ടില്ല എന്നതുപോലെ തന്നെ അവൻ നമ്മുടെ ജീവിതത്തിലും, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും അവൻ നന്മ കാണുന്നില്ല, വഴി കാണുന്നില്ല. എന്നും മരുഭൂമി, എന്നും പ്രതികൂലം, എന്നും പ്രതിസന്ധി, എന്നും ഞെരുക്കം. അവൻ സ്തോത്രം. ഒരു വഴിയും തുറക്കുന്നില്ല, എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്നു എന്നാരെങ്കിലും ഈ സമയം എന്നെ കേൾക്കുന്നവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവ് അവർക്ക് ഉറപ്പു തരുന്നു, ദൈവത്തിന്റെ വചനം അവർക്ക് ഉറപ്പു തരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് മാറുകയില്ല. ദൈവം അവൻ സ്തോത്രം അനുദപിപ്പാൻ മനുഷ്യപുത്രനല്ല, വ്യാജം പറയാൻ അവൻ മനുഷ്യനുമല്ല. സ്തോത്രം. ആകയാൽ ഈ സമയം ആത്മാവിൽ ഉറച്ച്, ഹൃദയത്തിനകത്തേക്ക് ഉറച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവം എനിക്ക് വേണ്ടി സകലതും ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി സകല വഴികളും തുറക്കും. ദൈവം എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. ഞാൻ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഞാൻ പോയിട്ടില്ലാത്ത വഴികൾ, ഞാൻ പോയിട്ടില്ലാത്ത ദേശങ്ങൾ, ഞാൻ സഞ്ചരിച്ചിട്ടില്ലാത്ത രാജകീയ വീഥികൾ, ഞാൻ അവൻ കഴിച്ചിട്ടില്ലാത്ത അവൻ സ്തോത്രം ആഹാര നന്മകൾ എന്റെ ജീവിതത്തിൽ, എന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം എനിക്ക് തരും. വചനം പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ആകയാൽ ഈ സമയം ഉറച്ചു പറയാം, അവൻ സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നിൽക്കുന്നു, ദൈവ വേല ചെയ്യുന്നു. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നു. എന്റെ ചുമൽ ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അവൻ എന്റെ വീടിനകത്ത് ദൈവത്തിന്റെ പെട്ടകം ഇരിപ്പുണ്ട്. എന്റെ വീട് ദൈവത്തിന്റെ ആലയമാണ്. അവൻ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വില കൊടുക്കുന്നയാളാണ്. അവൻ സ്തോത്രം. വില കൊടുക്കുന്നവരെ ആത്മാവ് ഉറപ്പു തരുന്നു, നിങ്ങൾക്കൊന്നിനും മുട്ടുവരികയില്ല, ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവകരം ഈ സമയം വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വിടുതലിന് ചില വ്യവസ്ഥകളുണ്ട്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നു. 1, എനിക്ക് ചെവി തരുവീൻ. എനിക്കല്ല, ദൈവം പറയുകയാണ്, എനിക്ക് ചെവി തരുവീൻ. ദൈവത്തിന് ചെവി കൊടുക്കണം, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കണം, ദൈവവചന ശബ്ദത്തിന് ചെവി കൊടുക്കണം, ദൈവവചനം അനുദിനം വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം.
ധ്യാനിക്കണം, ദൈവത്തിന് ചെവി കൊടുക്കണം. സ്തോത്രം. അടുത്തത്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മരിക്കാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മരിക്കാതിരിക്കാനാകട്ടോ, ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്മ കാണാൻ ദീർഘായുസ് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, വചനം പറയുന്നു, ദോഷം ചെയ്യാൻ നിന്റെ നാവിനെ അനുവദിക്കരുത്. ദോഷം ചെയ്യാൻ നാവിനെ അനുവദിക്കരുത്. അടുത്ത പറഞ്ഞു, വ്യാജം പറയാൻ നിന്റെ അധരത്തെ അനുവദിക്കരുത്. ദോഷം ചെയ്യാൻ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളണം. അടുത്തത്, ദോഷം വിട്ടകലണം. ദോഷം വിട്ടകലണം. ദോഷവും വക്രതയും അനീതിയുമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ദോഷത്തെ നാം വിട്ടകലണം. അടുത്തത് പറയുന്നു, ഗുണം ചെയ്യണം, നന്മ ചെയ്യണം, നന്മ ചെയ്യണം. അടുത്തത് പറയുന്നു, സമാധാനം അന്വേഷിക്കണം, സമാധാനം അന്വേഷിക്കണം. അടുത്ത പറയുന്നു, സമാധാനത്തെ പിന്തുടരണം. വിടുതലിന്റെ ചില വ്യവസ്ഥകളാണ്, ദൈവത്തിന് ചെവി കൊടുക്കണം, ദോഷം ചെയ്യാൻ നാവിനെ വിട്ടുകൂടാ, ആ വ്യാജം പറയാൻ അധരത്തെ അനുവദിക്കരുത്, ദോഷം വിട്ടകലണം, ഗുണം ചെയ്യണം, സമാധാനത്തെ അന്വേഷിക്കണം, സമാധാനത്തെ പിന്തുടരണം. ആമേൻ. ഇത്രയും ചെയ്താൽ വചനം പറയുന്നു, ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ ദാവീദ് പരിശുദ്ധാത്മാവിൽ എഴുതുകയാ, ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് ദൈവത്തിന്റെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ദൈവത്തിന്റെ മുഖം പ്രതികൂലമാണ്. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ മീറ്റിംഗിൽ വളരെ ബന്ധപ്പെട്ട് ജോയിൻ ചെയ്ത് കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ അവൻ ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാൻ കഴിയട്ടെ. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ദാവീദ് പറയും, ഒന്ന് പറഞ്ഞു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. വീണ്ടും പറയുന്നു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയിരിക്കുകയാണോ? മനസ്സ് തകർന്നിരിക്കുകയാണോ? അനർത്ഥങ്ങൾ ഒരുപാട് കണ്ടോണ്ടിരിക്കുകയാണോ? അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങളിലാണോ? അവൻ ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തരികയാണ്, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. വീണ്ടെടുപ്പ്, ആത്മാവ്, സ്തോത്രം, വീണ്ടെടുപ്പ്. പഴയ നിയമത്തിൽ ജീവിച്ച പുതിയ നിയമ വ്യക്തിയാണ് ദാവീദ്. വീണ്ടെടുപ്പിനെ കുറിച്ച്, ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് ആത്മാവിൽ പറയാൻ ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. ശരിക്കും ഈ വെളിപ്പാട് റോമാലേഖനത്തിലെ വെളിപ്പാടല്ലേ? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച പഴയ നിയമ ഭക്തൻ ദാവീദ് പറയുന്നു, യാമൻ, അവർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ സമയം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആത്മാവിൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, എന്റെ നിലവിളി അവൻ കേൾക്കാതെ പോകത്തില്ല, എന്റെ കണ്ണുനീര് അവൻ കാണാതെ പോകത്തില്ല, എന്റെ വഴികളിൽ ഞാൻ അനുഭവിക്കുന്ന ദുർഘടങ്ങൾ എന്റെ ദൈവം അറിയാതെ പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കേട്ട വചനങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. വിടുവിച്ചതിന് അദ്ദേഹം 7 തരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. സ്തുതിക്കാനുള്ള 7 കാരണങ്ങൾ. ആമേൻ, സ്തുതിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 7 പ്രോമിസുകൾ. ആമേൻ, സ്തോത്രം. വിടുതലിന്റെ ചില വ്യവസ്ഥകൾ, വീണ്ടെടുപ്പിന്റെ ചില പ്രവൃത്തികൾ. ആമേൻ, ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തന്നെങ്കിൽ ആത്മാവിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ കരം വെളിപ്പെടുമാറാകട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമാറാകട്ടെ. ഉടബലഗന ഹദരജഗൽ കമാലിയം തുരമനഗബം അടകജനകബബ അന്തൽക്കമാനകം തുരകമനകബബ. ജീവസിസ്ട്രോടും വിനോദ് പാസ്റ്ററോടും കുഞ്ഞുങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം ഇടപെടുന്നു. കോരശിനോട് ദൈവം പറയുകയാ, കോരശിനോട് ദൈവം
പറയുന്നു, രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, അവൻ കതകുകൾ അടയാതിരിക്കേണ്ടതിന്, ഇതാ ഞാൻ നിന്നെ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ആത്മാവ് ശക്തമായി ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അവൻ സ്തോത്രം, ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ സ്തോത്രം, തുറന്നിരിക്കുന്ന കതകുകൾ അടയാതിരിക്കേണ്ടതിന്, അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കേണ്ടതിന്, ചില രാജാക്കന്മാരുടെ ഉന്നതന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിന്, ശുശ്രൂഷയിൽ ഒരു മുന്നേറ്റവും ഒരു ദൈവപ്രവൃത്തിയും ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. അവൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ, അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം, അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ വഴികൾ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത നന്മകൾ അവൻ 2 കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ, ബ്ലസ്സന്റെ ജീവിതത്തിലും മോളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കും. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. ഇന്ന് കാണുന്ന ശൂന്യതകളോ ഇന്ന് കാണുന്ന നിരാശയോ ഒന്നും കണ്ട് തളരരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ദൈവദാസിയോടും ദൈവദാസനോടും അറിയിക്കുകയാണ്. ആത്മാവിൽ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉറയ്ക്കട്ടെ. അവൻ മരുഭൂമിയിൽ ഉറവ തുറന്നതുപോലെ, മരുഭൂമിയിൽ ഉറവ കാണിച്ചതുപോലെ ദൈവം ചില ഉറവകളെ കാണിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ ആഴത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അകൽ ഈ ദിവസങ്ങളിൽ പിന്നെയും പ്രാർത്ഥിച്ചു കൊള്ളുക. ദീപ്തി മാത്യു ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ സിസ്റ്ററോട് ദൈവാത്മാവ് ഇടപെടുന്നു. യോവേൽ പ്രവചനത്തിലൂടെ ഇടപെടുന്നത്. അവൻ വസ്ത്രത്തെയല്ല, ഹൃദയത്തെ തന്നെ കീറി ചില ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുമെങ്കിൽ നഷ്ടപ്പെട്ട മാസങ്ങൾ, നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരത്തക്കവണ്ണം, നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. കാറ്റൂതി കൊണ്ടുപോയത് തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഒത്തിരി നഷ്ടത്തിന്റെ കണക്കുകൾ. എന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നു. നഷ്ടങ്ങൾ ലാഭമായി തീരാൻ പോകുകയാം, നഷ്ടങ്ങൾ മടങ്ങി വരാൻ പോകുകയാ. അവൻ നഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് തിരുത്തി എഴുതാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും നിശ്ചയം. ബിനു അജു ദൈവാത്മാവ് ഇടപെടുന്നു. പ്രിയ ദൈവദാസി, ദൈവാത്മാവ് ഇടപെടുകയാം. അടഗജന ഹതുര മനക പവ അന്തരക റീഖ മനകതുരക മനക പവ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവാത്മാവ് സംസാരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കൂരിരുട്ട് വാരി ചുറ്റിയ അവൻ കൂരിരുള് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ദേശത്തിന്റെ നടുവിൽ ദൈവം ആക്കി. ഒരു ദേശത്തിന്റെ നടുവിൽ ദൈവമാക്കി. പക്ഷെ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ തേജസ് നിമിത്തം, ദൈവത്തിന്റെ മുഖപ്രകാശം നിമിത്തം അടകജുനക ബബ ഇരുൾ അടഞ്ഞുകിടക്കുന്ന വഴികളിൽ, മറുപടി കാണാതെ, നന്മ കാണാതെ, വഴികൾ തുറക്കാതെ അവൻ ഇരുൾ അടഞ്ഞുകിടക്കുന്ന വഴികളിൽ വെളിച്ചം പ്രകാശിക്കുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവദാസി കാണുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അടകജുന ഹത്തരാമനക ബബ. അവൻ ഈ മീറ്റിങ്ങിനകത്ത് കയറുന്നതിന് മുൻപും അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില കാര്യങ്ങളുണ്ട്. ദൈവം അത് കേട്ടിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ വെളിപ്പെടും. ദൈവാത്മാവ് പ്രിയ ദൈവദാസിയോട് ഇടപെടുന്നു. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്ക് ചില അടയാളങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അതുരജകൾ കമാനിയ റീഗ മനക ശംധുരക മനക ബബ അതുരജകൾ കമാന ലില്ലി ബാബു. പ്രിയപ്പെട്ട ദൈവദാസിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ രാവും പകലും ഇനിയും മിണ്ടാതെ ഇരിക്കരുത്. രാവും പകലും ദൈവത്തെ ഓർമ്മിപ്പിച്ചുണർത്തുക. അങ്ങനെ ഒരു ദൂത് ഇടപെട്ടുന്നു. ദൈവത്തെ ഓർമ്മിപ്പിച്ചുണർത്തുക. ചില വാഗ്ദത്തങ്ങൾ, കേട്ട ദൂതുകൾ, കേട്ട ദൈവ ശബ്ദങ്ങൾ, അതിനെ പിടിച്ചെടുക്കാൻ എന്ന വണ്ണം ദൈവത്തെ ഓർമ്മിപ്പിച്ചുണർത്തുക എന്ന് ഒരു ദൂത് ദൈവാത്മാവ് ഇടപെടുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ ദൈവദാസി ചില അവകാശങ്ങളിന്മേൽ വാഴുവാൻ നോക്കുന്ന
ദുഷ്ടന്റെ ചെങ്കോലുകളെ ദൈവം ഒടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. അതുരജകന ഹതരമനക ബബ. സുനി സിസ്റ്ററെ, ദൈവാത്മാവ് മോനോടുള്ള ബന്ധത്തിൽ ഒരു ദൂത് ഇടപെടുന്നു. മോനോടുള്ള ബന്ധത്തിൽ മോൻ എന്ത് ചെയ്യുന്നു എവിടാന്നൊന്നും എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല, പക്ഷേ മോനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഇസഹാക്കിനു വേണ്ടി, ഇസഹാക്കിന്റെ പകരമായി കുതറി ഓടുന്ന ഒരു ആട്ടുകൊറ്റനെ പർവ്വതത്തിന്റെ മുകളിൽ കുരുക്കിയിട്ടു, മലയുടെ മുകളിൽ കുരുക്കിയിട്ടു എന്നതുപോലെ ആ കുഞ്ഞിനു വേണ്ടി ചില കരുതലുകൾ 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 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില കരുതലുകൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അടകജുനക ഹന്തരകരീഖമനക ബബ. രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ്, അവൻ വലയ്ക്കകത്തും പടകിനകത്തും ഒന്നും കാണാൻ കഴിയാതെ നിരാശപ്പെട്ടു നിന്ന പത്രോസ്. പക്ഷേ കർത്താവിന്റെ വാക്കിന് അവൻ വലയിറക്കിയപ്പോൾ കടലിലില്ലാത്തത്, തടാകത്തിലില്ലാത്തത് അവന്റെ പടകിനകത്തും വലയ്ക്കകത്തും നിറഞ്ഞതുപോലെ ദൈവാത്മാവ് ദൈവദാസിയോട് ഇടപെടുന്നു. ഒരു നിറവിന്റെ കാലം തുടങ്ങാൻ പോകുകയാ. ഒരു നിറവിന്റെ, സമൃദ്ധിയുടെ, അതുരജകൽക്കമാനക ബാബ. വരൾച്ചയുടെ കാലം സ്റ്റോപ്പ് ആകുന്നു. വരൾച്ചയുടെ നാളുകൾ സ്റ്റോപ്പ് ആകുന്നു. ശൂന്യതയുടെ നാളുകൾ സ്റ്റോപ്പ് ആകുന്നു. ദൈവം പുതിയത് ചെയ്യുന്നു. ദൈവത്തിന്റെ വഴികൾ തുറന്നു വരികയാണ്. ആമൻ. അതുരജകന ഹദര റിയൽ കമാനക ബബ. അംതൽ പ്രമാനിയം തുരകമനക ബബ. ദൈവത്തിന്റെ കരം അനുകൂലമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. അപ്പോൾ തന്നെ നന്മയെ തടയുന്ന, നന്മകളെ തടയുന്ന, ഏത് നന്മകൾക്കു വേണ്ടി ചുവടുകൾ എടുത്തു വെച്ചാലും അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നന്മകളെ തടയുന്ന ചില അന്ധകാരത്തിന്റെ മേഖലകളെ ദൈവാത്മാവ് ഇന്നു രാത്രി അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ചില അനുഭവങ്ങളിലേക്ക്, പുതിയ ചില നന്മകളിലേക്ക് ദൈവം കരം നീട്ടി തന്ന് ദൈവം കാലെടുത്ത് വെപ്പിക്കുന്നു. ദൈവകരം കൂടെയുണ്ട്. അപ്പോൾ തന്നെ പുതിയത് ചിലത് വെളിപ്പെടാൻ പോകുകയാകട്ടോ. ആമേൻ. സ്തോത്രം. ആത്മീകമായിട്ട് മാത്രമല്ല, ഭൗതികമായ ചില നന്മകൾ വീടിനകത്തു വെളിപ്പെടും. എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ വെളിപ്പെടും. എവിടെയാണോ അവൻ കർത്താവിന്റെ ദാസനായിരിക്കുന്നത് അവിടെ വെളിപ്പെടും. അവിടെ വെളിപ്പെടും. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമെന്ന് പിന്നെയും അറിഞ്ഞുകൊള്ളുക. അടകജുനക ഹതുരമനക ബബ. അന്തൽ പ്രമാനക തുരകമനക. സുജാഡനി സിസ്റ്ററെ, പിന്നെയും പ്രാർത്ഥിക്കട്ടെ, പിന്നെയും പ്രാർത്ഥിക്കട്ടെ. ഒരു പകരക്കാരിയായിട്ടോ, ഒരു ഓൾട്ടർനേറ്റീവ് പദ്ധതി അല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അടകജനക ബബ. ദൈവാത്മ വ്യക്തതയോടെ എന്നെ കാണിക്കുന്നു ചില വളഞ്ഞ വഴികൾ വർഷങ്ങൾ പരിശ്രമിച്ചിട്ട്, നാളുകൾ പരിശ്രമിച്ചിട്ട് ഇതുവരെയും നേരെയാകാത്ത ചില വഴികൾ ദുർഘടമായി കിടക്കുന്നത് അവൻ നിരപ്പാകാത്തത് ദൈവം നിരപ്പാക്കാൻ പോകുകയാകട്ടോ. നിരപ്പാക്കാൻ പോകുകയാ. ആത്മാവ് ഒരു വചനം ഇടപെടുന്നു. സെരുബാബേലിന്റെ മുൻപിൽ ുന്ന മഹാപർവ്വതമേ നീ ആർ. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. ആമേൻ. നോട്ട് ബൈ ദ പവർ, ആമേൻ, നോട്ട് ബൈ ദ മെൻ, നോട്ട് ബൈ ദ മൈറ്റ്, ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ. ആമേൻ. സഹോദരി, നിങ്ങളുടെ മുന്നിൽ അനുഭവിക്കുന്ന ചില പ്രതിബന്ധങ്ങൾ, ചില പ്രതിസന്ധികൾ വഴിമാറുന്നു. ചിലത് നിരപ്പാകുന്നു. ദുർഘടമായി കിടക്കുന്നത് നിരപ്പാകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ എന്തെന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാ. അവൻ അപ്പോൾ തന്നെ സുജ എന്ന ഡിവൈസിനകത്തിരിക്കുന്ന, സുജ എന്ന് മാത്രമാണ് കാണുന്നത്, സുജ എന്ന ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ ദൈവദാസിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. കരഞ്ഞതോ മതി. ആത്മാവിൽ കൽപ്പിക്കാൻ തുടങ്ങുക. അതരജകൾക്ക് മാനകവ. വർഷങ്ങളായി, മാസങ്ങളായി ഒരു താഴ്വരയ്ക്കകത്ത് ചുറ്റി നടക്കുകയാ. പരിശുദ്ധാത്മ വ്യക്തമായി അതിനെ കാണിക്കുന്നു. ഒരു താഴ്വരയ്ക്കകത്ത് ചുറ്റി നടക്കുകയാ. ഇതിനകത്ത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇതിനകത്ത് ഇനി എന്തെങ്കിലും മറുപടിയുണ്ടോ? നദനയേൽ ചോദിക്കുന്നത് പോലെ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നാ ചോദിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നു. നീ ഇതിലും വലിയത് കാണാൻ പോകുകയാ. എന്തിനാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിലും വലിയത് കാണാൻ പോകുകയാ.
അതിലും വലുത് കാണാൻ പോകുകയാ, അതിലും വലുത് വെളിപ്പെടും. ഹല്ലേലൂയ. ഇതിലും വലുത് ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു. അവൻ സൂസൻ ഷാജി പാലക്കാമണ്ണിൽ പ്രിയ ദൈവദാസിയോട്, അവൻ പ്രിയപ്പെട്ട ദൈവദാസനോട്, കുടുംബത്തോട് ദൈവാത്മാവ് ഇടപെടുന്നു. ക്ഷണത്തിലല്ലോ കാര്യം നടന്നത്, ക്ഷണത്തിലല്ലോ കാര്യം നടന്നത്. ക്ഷണത്തിൽ ചിലത് സംഭവിക്കുമാറ്, ക്ഷണത്തിൽ ചില ദൈവപ്രവർത്തികൾ, വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. ധൈര്യത്തോടെ ദിവസങ്ങളിലായിരിക്കുക. അടകജുനക ഹന്തുരാമനക ബാബ. അപ്പോൾ തന്നെ അതിരുകൾ വിശാലമാകുന്നു, ദൈവപ്രവർത്തികളുടെ എണ്ണം കൂടുന്നു, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കൂടുന്നു. ദൈവത്തിന്റെ കരം അവൻ സ്തോത്രം അവൻ മകനു വേണ്ടി ചലിക്കുന്നു. കരം മകനു വേണ്ടി ചലിക്കുന്നു. ദൈവനഗതുരകമനക ബാബ. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചെസ്സി എന്ന് പറയുന്ന ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസിയോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഓ റീഖാമനക ബാബ, അതരജകൽകവാനിയ ശംദുരിയ റഗദൽകമാനക ബാബ. അവൻ ചില കാര്യങ്ങളിൽ പിന്നെയും മൗനമായിരിക്കണം എന്ന് ആത്മാവ് ഇടപെടുന്നു. മിണ്ടാതെ ഇരിക്കണം. മിണ്ടാതെ ഇരിക്കണം. ഈ കാര്യം ഏഷയം എന്താകുമെന്നറിയുവോളം അവൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്തുണ്ട്, ദൈവിക മറുപടി അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അന്നമയം എന്ന് പറയുന്ന ഡിവൈസിനകത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇടപെടുന്നു. അതരജകൽകമാന ശംധുരിയ ജഗൽകമാനിയ ദുരകബബ. അവൻ വെന്തു കിടക്കുന്ന വെണ്ണീറായി പോയതുപോലെ, ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്ന, അവൻ ഒന്നും നടക്കാൻ ഇടയില്ലെന്ന് പറയത്തക്കവണ്ണം തോന്നിപ്പിക്കുന്ന ചില ചോദ്യ ചിഹ്നങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം മറുപടി തരാൻ പോകുകയാ. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ചും പ്രാർത്ഥിക്കാമല്ലോ. അവൻ ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. സൂസൻ രഞ്ജിത്ത്, സൂസൻ സ്റ്റീഫൻ, അവൻ സുനി, അവൻ എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം അവസാനിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മേരി റോബർട്ട് ആന്റി, പിന്നെയും പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവപ്രവർത്തികൾ ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ കരം വെളിപ്പെടും കേട്ടോ. ദൈവികമായ വിടുതലുകൾ കാണും. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും. റാധൽകമാനിയ റഗധര ജൽകമാനകം തുരകമനകബം അതുരജഗനിയ ശംധുര റഗംധുരിയാനകബബ അതരഗരഗധരഗബ ദീഗമനക ധിരഗജനകബബ അൽക്കപ്രമോ നിഗം തുരകമനകബം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കർത്താവെ ഈ കൂട്ടായ്മയെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും ദൈവം ഈ കൂട്ടായ്മയെ നടത്തിയതിനായി സ്തോത്രം. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വിടുതലിനായി, അനേകരുടെ അവൻ സ്തോത്രം അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും കാരണമാക്കി ദൈവം ഈ മീറ്റിങ്ങിനെ മാറ്റിയതിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ദൈവം കരം ചലിക്കുന്നതിനായി നന്ദി. അല്പസമയം കർത്താവിന്റെ വചനവും ദൈവം ഓർപ്പിച്ച ദൂതുകളും സംസാരിക്കുവാൻ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട സുസ്നാന്റിയോടും ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയോടും കർത്താവിന്റെ നാമത്തിൽ